ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അന്നേരം എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? തോട്ടിലേക്ക്. ചേച്ചിനെ കൂടെ ഒന്ന് കാണിക്കൂ. പിടിക്കൊന്നും വേണ്ട, ഞങ്ങൾ കണ്ടോ. അപ്പം ഞങ്ങൾക്ക് ഫോണിൻ്റെ ക്യാമറ തിരിച്ചു കൊണ്ടുവെക്കാനുള്ള പെർമിറ്റ് കാരണം ഞാൻ ക്യാമറമാനാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങൾ കുറേ വീഡിയോ എടുക്കാനാണ്. ഈ ഒരു വീഡിയോ കഴിഞ്ഞുള്ളതിന് അപ്പോൾ ഇത്തിരി കാടുണ്ട് കേട്ടോ ഇവിടുത്തെ തോട്ടിലോട്ട് പോകാൻ. അപ്പം ജിത്തു ആ കാടെല്ലാം തളിച്ച് തോട്ടിലോട്ട് പോകാനുള്ള അപ്പം ജിത്തുവിന് രണ്ട് സന്തോഷമാണ്. ഇന്ന് ഈ തോട്ടിൽ പോകുന്നതും വെള്ളം കാണുമോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഉണക്കല്ലേ അല്ല ജിത്തു, വെള്ളം കാണുമോ എന്ന് നമുക്കറിയത്തില്ല. എന്നെ കാണാൻ കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ടെങ്കിലും അവിടെ ഒത്തിരിയും കാര്യങ്ങൾ കാണാറുണ്ട്. അവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ ജിത്തു. ഈ കപ്പ നടല് അതുപോലത്തെ. അപ്പം ഈ തോട്ടിൽ ഞങ്ങൾ തുണി നിൽക്കാൻ വരുന്നതാണ്. വെള്ളമൊന്നും ഇല്ല, നമുക്ക് അതിനകത്തിൽ മീൻ കാണും എന്നൊരു പ്രതീക്ഷ. ജിത്തു മീൻ പിടിക്കാനൊക്കെ പോവാണ്. ഞാനിവിടെ മീനെ പിടിച്ചിട്ടേ പോകത്തുള്ളൂ എന്നാണ് ജിത്തു പറയുന്നത്. എടാ താഴെ പോവാം. വലിയ മീനുണ്ട്, അത്യാവശ്യം വലിയ മീനാണ്. അത്യാവശ്യം വലിയ മീനാണെന്നാണ് ജിത്തു പറയുന്നത്. കാണിച്ചു തരാം ജിത്തു. ഞാൻ നേരെ ഇവിടെ നല്ല വെള്ളം പിടിക്കട്ടെ. ഞാൻ നേരെ ഇവിടോട്ട് നല്ല വെള്ളം പിടിച്ച് മാറ്റി വെച്ചിട്ട് സൈലൻ്റായിട്ട് നമ്മൾ ഇരുന്നിട്ട് മീൻ പിടിക്കാൻ പോകണ്ട കേട്ടോ. അയ്യോ, അത് പാറയുടെ ഇടയ്ക്ക് കയറിപ്പോയി കൈ. എടാ ഞണ്ട് കാണാൻ സാധ്യതയുണ്ട്, അതിനകത്തോട്ട് കൈ ഇടുന്നത് സൂക്ഷിച്ച് വേണം. ഇതിൽ കാണാമില്ല, ഇതിൽ കൊഞ്ചുണ്ട് കേട്ടോ. കൊഞ്ചാണോ ഒരു ചെറിയൊരു കൊഞ്ചെന്നാണ്, ചെറിയ തോട്ടുകൊഞ്ചോ എങ്ങാണ്ട ഇവിടെ പറയുന്നത്. നമുക്ക് താഴെ പോകാം ജിത്തു, ഇവിടുന്ന് കിട്ടുമെന്ന്. ഗായ്സ് നോട് തോട്ടി ഞങ്ങൾ പിടിച്ച ഒരു മീനുണ്ട്. ഇത് ആ കവറിങ് എടുത്തോണ്ടാ പോയ മീനിട്ടുണ്ട്, നിങ്ങളെ കാണിച്ച ജിത്തു. ആദ്യമായിട്ട് കുഞ്ഞൊരു മീനാട്ടോ. വേണ്ട വേണ്ട, ഇതാണ് വാഴയ്ക്ക വരൽ. ഇവിടെ വാഴയ്ക്ക വരൽ എന്നാണ് കേട്ടോ എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്തേ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ വാഴയ്ക്ക വരൽ എന്നാണ് പറയുന്നത്. ജിത്തു എന്നാ ഇപ്പോൾ ജിത്തു കൊണ്ട് അടുത്തടുത്തോട്ട് പോയിട്ടുണ്ട്. ഞാനിവിടെ ചെരുപ്പൊക്കെ ഒന്ന് ഊരി ഇട്ടിട്ട് ജിത്തു നമുക്ക് താഴോട്ട് പോകാം ജിത്തു. അപ്പം ഇത് ഞങ്ങളുടെ ഒരു നല്ല മഴക്കാലത്തോടെ വരുവാണെങ്കിൽ നല്ലതായിട്ട് മീനെ കാണുന്നുണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. മഴ വലിയ തുറന്നുണ്ട്. അപ്പോൾ നല്ല വലിയ ഒന്നുണ്ട്. അതിവിടെയൊക്കെ മീൻ നടക്കുന്നുണ്ട്. മീൻ സൈലൻ്റ് ആയിട്ടിരുന്ന മീൻ ഇഷ്ടം പോലെ വരാം. ജിത്തു തോർത്തിട്ട് പിടിക്കാം ജിത്തു. അപ്പം നമ്മൾ മൊബൈൽ ഒരിടത്തോട്ട് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാൻഡായിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഫോണ് വെള്ളത്തിൽ വീഴാനും ഒന്നും പാടില്ല. വലിയൊരു മീനാണ് ജിത്തുവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അത് വലിയൊരു വാഴക്കവരലാണേ. ഒരു വലിയൊരു കൈതക്കൊഴുവാന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ കോരി കഴിഞ്ഞ മീനെ കിട്ടാത്ത സ്ഥലമൊന്നുമില്ല. നോട്ട് വീണ്ടും ജിത്തു പോയി തുടങ്ങി. ജിത്തുവിന് ഇനിയും പിടിച്ചാൽ കിട്ടത്തില്ല. നമുക്ക് 3:30 മുമ്പ് ഇവിടെ കയറി പോകണം. എൻ്റെ അനിയത്തിയും ഇവൻ്റെ ചേച്ചി അവൻ ഇന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. എൻ്റെ അനിയത്തിയെ വഴിയെ പരിചയപ്പെടുത്താം. ഞങ്ങളുടെയും ഇവൻ്റെ വീട് കുറച്ച് ഡിസ്റ്റൻസ് ദൂരെയാണ്. അതുകൊണ്ട് അവൻ തോട്ടിൽ ഇറങ്ങി തപ്പുവാണ്. ഓക്കെ, അതുകൊണ്ട് തോട്ടിൽ ഭാഗമാണ് ഗൈസ് ഇത്. കാരണം നമുക്ക് ഇനി താഴോട്ട് തന്നെ പോവാം. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. തെളിഞ്ഞിട്ട് നമുക്ക് പിന്നെ അന്ന് എടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജിത്തു കൊണ്ട് ഇവിടുന്ന് മീൻപിടുത്തമൊക്കെ ഒന്ന് കഴിഞ്ഞ് താഴോട്ട് പോയിട്ടാണ്. ഞാനിപ്പോൾ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഇത്തിരി കുറഞ്ഞു എന്നിട്ട് നോക്കിയിട്ട് വേണ്ട. ഇവിടെ നമ്മൾ ചുറ്റും കാടാണ് കേട്ടോ.